ഹുവാവയുടെ ഹുവാവെ നോവ 13 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവെ നോവ 13 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹുവാവെ നോവ 13 പ്രോയിൽ 6.76 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഇതിൽ വരുന്നുണ്ട്. OLED പാനലുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 300 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഡ്യുവൽ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതായത് iPhone 15 സീരീസിലേതുപോലുള്ള പഞ്ചോളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 209 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 7.82 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിരിൻ 8000 എന്ന പ്രോസസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് അത്ര മികച്ചൊരു പ്രോസസറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. 43,600 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് പ്രോസസർ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഹുവാവേക്ക് അങ്ങനെ എല്ലാ പ്രോസസ്സറുകളും യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം പല ബാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗണിന്റെ മീഡിയ ടെക്കിന്റെ ഒക്കെ പ്രോസസ്സർ യൂസ് ചെയ്യുന്നതിന് അവർക്ക് പല റെസ്ട്രിക്ഷനും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതിൽ മാക്സിമം നല്ലൊരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5 റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഹാർമണി ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ വേരിയബിൾ അപ്പേർച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. f1.4ന്റെയും 4.0യുടെയും ഇടയിൽ അപ്പേർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഡ്യുവൽ വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 60 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഹുവാവയുടെ ഡിവൈസുകളിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ റിസൾട്ട്സും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 100 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡ് തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 3699 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 43,600 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്യാമറ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സാണ്. അതുപോലെ തന്നെ ബാറ്ററിയും അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ചെയ്യാവുന്നതിൽ മാക്സിമം നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. എന്തായാലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ലോഞ്ച് ചെയ്യില്ല. കാരണം ഹുവാവെ അവരുടെ സ്മാർട്ട് ഫോണുകൾ ഇപ്പം അധികം കുറച്ചായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. കാരണം ഗൂഗിളിന്റെ സപ്പോർട്ട് ഇല്ല. ഇപ്പോൾ ഗൂഗിളിന്റെ സപ്പോർട്ട് ഇല്ലാതെ വന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര ക്ലിക്ക് ആയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. അതായത് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ഹുവാവയുടെ നോവ 13 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.